ഇന്നലെ അരിമാവ് ഉഴുന്ന് ആട്ടണ കണ്ടപ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞു അമ്മേ നാളെ ഇഡ്ഡലി വേണ്ട മസാല ദോശ മതിയെന്ന്. എന്നാൽ പിന്നെ നമ്മുടെ മക്കൾ പറഞ്ഞല്ലേ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ കിഴങ്ങൊക്കെ വേവിച്ച് മസാല റെഡിയാക്കി ഇതേ ദോശ ചുടണേനെ. അത്ര പെർഫെക്റ്റ് ആയില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു വാഴയിലേക്ക് വെട്ടി വാട്ടി മസാല ദോശ ഉണ്ടാക്കി. ഓരോന്നിങ്ങനെ ചെറിയ ചെറിയ പാനായതുകൊണ്ട് നമുക്കിത് ഇത്രയും വലിപ്പം കിട്ടുള്ളൂ കേട്ടോ. കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നല്ല ഒന്നും കൂടി വലിപ്പത്തിൽ ദോശ ചൂടായിരുന്നു. അങ്ങനെ കുഞ്ഞൻ മസാല ദോശയൊക്കെ റെഡിയാക്കി ചുമ്മാ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയാണ് വാഴയിലൊക്കെ വെച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഇതേ തുമ്പിപ്പെണ്ണ് ഈ കുഞ്ഞമ്മാവിൻ്റെ അടുത്ത് നിന്ന് മാറില്ല. അവളുടെ ഹൈറ്റിനൊത്ത മാവാണ്, അപ്പം മാങ്ങ ഉണ്ടായി കിടക്കണതാണ്. അത് പറിച്ചുകൊണ്ട് ഓടാൻ വേണ്ടിയാണ് കേട്ടോ. ഫുൾ ടൈം അതിൻ്റെ അടിയിൽ പോയി ഇരിപ്പാടെ. ഗ്യാപ്പ് കിട്ടി അപ്പോൾ ഓടും. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി. നമ്മുടെ സോൺസൺ വർക്ക് ചെയ്യുന്ന ഷോപ്പിലേക്കാണ് പോയത്. ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ തുമ്പിപ്പെണ്ണിൻ്റെ ഏതാണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയ ഒരു ഫീലായിട്ട് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരിക്കുന്നുണ്ട്. പായൂ അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചാടി നടക്കണമായിരുന്നു അവിടെ ഫുള്ളും. ഒന്ന് രണ്ട് പ്രാവശ്യം സ്ലിപ്പായി വീണിട്ട്, ടൈലല്ലേ. അവളുടെ ഓട്ടം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായിപ്പോയി. അവൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ശരിക്കും ഒരു അത്ഭുത ലോകത്ത് പോയ പോലെ ഇങ്ങനെ ഒരേന്ന ഒക്കെ നിരന്നിരിക്കണുണ്ട്. അപ്പം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അവൾ ലുലുമാളിൽ പോയാലും ഇതേപോലെ തന്നെ കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് സോൺസിൻ്റെ സോപ്പിട്ട് ഒരു ഐസ് പൂട്ടൊക്കെ മേടിച്ച് തരും. ഐസ് പൂട്ടൊക്കെ കഴിച്ച് തരുമ്പോൾ വല്ലാതെ ചുമ വന്ന് അവരുടെ ഒരു ഗ്ലാസ് ചായ മേടിച്ച് തരുമെന്ന് ചോദിച്ച് അങ്ങനെ ചായ കുടിക്കാൻ കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് ഇതേ അപ്പനും മോളും കൂടിയുള്ള സ്നേഹപ്രകടനം കാണുമായിരുന്നു. തുമ്പിപ്പെണ്ണിനൊരു പത്തിരി മേടിച്ചു കൊടുത്ത് ഇങ്ങനെ കീറി ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്തെ ഭാഗം മാത്രം കഴിക്കാൻ വേണ്ടി. പുറത്ത് ഇത്തിരി ഹാർഡല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞാനും തുമ്പിപ്പെണ്ണും വീട്ടിലേക്ക് ഒന്ന് തേഞ്ഞ് രാത്രിത്തേക്കുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടി അടപ്പിൽ വെച്ചേക്കണേ. നമുക്ക് അടപ്പിലാണ് നമ്മൾ അരിയൊക്കെ റെഡിയാക്കണം. അതിനിടയിൽ ഇതേ തുമ്പിപ്പെണ്ണ് ഒരു പണി ഒപ്പിച്ചിട്ട് റൂമിൽ കയറി വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് ഇതേ കഴുത്തിൽ കൂടി ഇട്ട് അവൾക്കത് ഊരാൻ കിട്ടണം. ലോകം പേടിത്തുറിയണം, എന്നാലും കുരുത്തക്കിടയ്ക്ക്. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ സോൺസൻ പറഞ്ഞ് നമ്മുടെ മുപ്പത്തടം അമ്പലത്തിൽ പകൽപ്പൂരമാണ് ഒന്ന് കാണാൻ പോയാലോന്ന്. കേട്ട മതി കേൾക്കാത്ത മതി ഞാൻ റെഡിയായി ചാടി പുറപ്പെട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആന, അമ്പലം, ചെണ്ട, മേളം. ചേട്ടക്കാരെ കാണാൻ വേണ്ടി പോയത്, അത് വേറെ കാര്യം. അങ്ങനെ പകൽപ്പൂരമൊക്കെ കണ്ട് കുറച്ച് മാറി നിന്നാണ് കണ്ടത്. ആരെങ്ങാനും ഇടഞ്ഞാലോ എന്നുള്ളൊരു പേടിയുണ്ട്, കുഞ്ഞുള്ളതല്ലേ. കാഴ്ചകളൊക്കെ കണ്ട് ഉല്ലസിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും സന്തോഷം.